കറുപ്പിനെന്താണ് കുഴപ്പം എന്ന് ഈ സമൂഹത്തിൽ ഒരു ചോദ്യം ഉയരുന്ന സാഹചര്യം പോലും അത്ര സ്വാഭാവികമല്ല. ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയ്ക്കാകുമ്പോൾ അത് ബാക്കി വയ്ക്കുന്ന ചോദ്യങ്ങളും ചർച്ചകളും ബാക്കിയാവുകയാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ഇത്തവണ Q8 നിന്ന് നമുക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. ഒരു നിറത്തിന്റെ പേരിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു, അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞു, കൃത്യമായി അത് സമൂഹം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒരു ചർച്ച ഞാൻ പ്രതീക്ഷിച്ചതിനപ്പം കയറിപ്പോയി എന്നുള്ളത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടെങ്കിലും എത്രയോ പേർക്ക് അവരുടെ അനുഭവം പങ്കുവെക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിട്ട് അത് മാറി. ഒരു കഥാർസിസിനുള്ള ഒരു വേദിയായിട്ടും കൂടി ഈ ചർച്ച മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പോസ്റ്റ് രാവിലെ ഇടുകയായിരുന്നു, പിന്നീട് അത് പിൻവലിച്ചു. അതിനുശേഷം കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് അത് ഇട്ടത്. വ്യക്തിപരമായിട്ടും കൂടെ എനിക്കറിയാം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ആദ്യം കടക്കണ്ട എന്ന് തീരുമാനിച്ചു, പിന്നീട് അത് ചർച്ച ചെയ്യട്ടെ എന്ന് തോന്നിയ ആ ഒരു മണിക്കൂറുകളുടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഏത് തരത്തിലായിരുന്നു? മനസ്സിനകത്തൊരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായതിനൊന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളതേ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറത്ത് എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിനും അപ്പുറത്ത് പലരും പ്രതികരിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഇതങ്ങ് ഒരു കോൺട്രവേഴ്സി ആകുമോ, എനിക്കൊരു മാസമുള്ളൂ ബാക്കി റിട്ടയർ ചെയ്യാനായിട്ട്, അപ്പോൾ അതിനിടയിൽ എന്തിനപ്പോൾ അതിനൊക്കെ ഇറങ്ങിപ്പോകുന്നതെന്നുള്ള ഒരു തോന്നൽ വന്നുപോയി. അപ്പോൾ അങ്ങനെയാണത് മാറ്റി അത് പിൻവലിച്ചത്. ഇത് എന്നിൽ ഒതുങ്ങുന്നൊരു കാര്യമില്ല. എൻ്റെ ഇതിനപ്പുറത്തേക്ക് കറുപ്പ് എന്നുള്ളൊരു നിറത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു, ഇതിനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? ഞാനിരിക്കുന്ന പൊസിഷനിൽ ഇത് ഞാൻ കറുപ്പിന് ഓൺ ചെയ്യുന്നു എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ളതും വിവരിക്കാനായിട്ട് പറ്റിയാൽ പലർക്കും ഇതിൻ്റെ പേരിൽ പലതരത്തിലുള്ള കുറവ് തോന്നുന്ന പല ആളുകൾക്കും അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു മൊത്തം സംഗതിയെ വേറൊരു രീതിയിൽ കാണാനായിട്ട് പറ്റുമോ? നിറം എന്നുള്ളതിൽ നമ്മൾ ഒരു ഡിഫെൻസീവ് ആകാതെ, അപ്പോളജറ്റിക് ആകാതെ, ആ അപ്പോളജീനെ തിരിച്ച് ഇതൊരു പ്രൈഡായിട്ട് മാറ്റാനായിട്ട് പറ്റുമോ എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഏതെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസറോ അതല്ലെങ്കിൽ ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ ഒന്നുമല്ല ഈ കാര്യം പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് പോസ്റ്റിലിരിക്കുന്ന ഒരു വനിതയാണ്. സ്വാഭാവികമായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെട്ട രീതി, അത് സർക്കാർ പോലും അതിനെ ആ തരത്തിൽ അഡ്രസ്സ് ചെയ്യണമായിരുന്നു, അങ്ങനെ ഒരു വിഷയമായിട്ട് അത് കൊണ്ടുവരണമായിരുന്നു എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല. ഇതിപ്പോൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഇത് എന്നുണ്ടാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നവരോട് എന്ത് മറുപടി പറയും? അത് ശരിയല്ലേ? എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത് സർക്കാരിൻ്റെ പ്രശ്നമാണോ? സർക്കാർ നിറത്തിനെ കുറിച്ചിട്ട് ഒരു ഉത്തരവിറക്കിയാൽ മാറുന്ന കാര്യമാണോ? ചില നടപടികളെടുത്താൽ മാറുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇപ്പം നമ്മളങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഈ ഒരു ചർച്ചയും ഇതിൻ്റെ അപകർഷതാബോധവും അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ. ഏത് വീട്ടിലാണ് ഇല്ലാത്തത്? ആൻഡ് അത് പലതരത്തിലുള്ള ഇതുണ്ടാകാം. ശരി, നമുക്ക് നിറം എന്ന് പറയുന്നത് കറുപ്പ് എന്നുള്ളതിൻ്റെ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റിൽ വരുന്നിട്ടുള്ളൊരു കാര്യമാകാം, ഒരു ജാതീയ മൈൻഡ് സെറ്റ് വരുന്നിട്ടുള്ള ഒരു കാര്യമാകാം. നമ്മുടെ മൊത്തത്തിൽ തന്നെ സംസ്കാരത്തിൻ്റെ അകത്ത് കറുപ്പിനോടുള്ള ഒരു സമീപനം വേറൊരു രീതിയിലുമൊക്കെ പലതരത്തിലൊക്കെ തന്നെ നമ്മൾ ആ നിറത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ഒരു ഇതാകാം. ഇത് എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഇപ്പം ഇത് ഉണ്ടാകുന്നത് സർക്കാരിലെ ഓഫീസുകളുടെ അകത്തല്ല, സർക്കാരിൻ്റെ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇതുണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സമീപനമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ അകത്ത് തന്നെയാണ് ഇതിൻ്റെ ചർച്ച വരേണ്ടത്. ഈ നിറം എന്ന് പറഞ്ഞപ്പോൾ പല തരത്തിൽ നിറം പറയുമ്പോൾ ഈ കറുപ്പ് എന്നുള്ള നിറത്തെ സ്ത്രീയോട് കൂടിയാണ് റിലേറ്റ് ചെയ്ത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ പുരുഷനോട് പറയുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മറ്റെന്തോ തരത്തിൽ കാണുന്നത് അത് സ്ത്രീ ആകുമ്പോൾ സ്ത്രീക്ക് കറുപ്പ്
ഒട്ടും അങ്ങനെ ഒരു നോഷൻ കൂടെ ഈ സമൂഹത്തിലില്ലേ? പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് കുറേകൂടി നീറ്റിലൂടെ ഇത് അനുഭവിക്കുന്നത്. മറ്റത് നമ്മളത് കടന്നു പോകുന്നു. കാരണം ഈ പുരുഷ സൗന്ദര്യം ഇത് വരുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ നാരറ്റീവ് ഉണ്ട്. നമ്മൾ അത് സായിപ്പിൻ്റെ നാരറ്റീവാണ് എങ്കിലും നമ്മളത് ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോൾനെസ് പലപ്പോഴും ടോൾനെസ് ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഇത് കാണുക. ഡാർക്ക് അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല, പക്ഷെ ഡാർക്കും ഹാൻസമാണേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡാർക്ക് ആൻഡ് പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും ഒരുമിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. രാഷ്ട്രീയ ഭേദമന്യേ ഭയങ്കര വലിയ പിന്തുണ കിട്ടി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എനിക്കും ഒരു കറുത്ത ഒരു അമ്മയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള കുറേ റെസ്പോൺസുകൾ വന്നു. അതൊക്കെ വായിക്കുമ്പോൾ എന്താ തോന്നുന്നു? അല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറം ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ടച്ച് ചെയ്തത് എന്ന് എല്ലാവരുടെയും മനസ്സിൽ സ്പർശിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. എങ്കിലും ഇത് വീണ്ടും ഇതിൻ്റെ ഒരു അവകർഷതാ ബോധത്തിൻ്റെ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ അമ്മമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ നമുക്ക് കാണാതെ പോയ ഒരു സൗന്ദര്യം വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും ജീവിതത്തിനെ സ്പർശിക്കുന്ന ഒരു സാധനമാണ് നിറത്തിൻ്റെ വിഷയം. നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത് മിണ്ടാണ്ടിരുന്ന ഒരു സാധനം തുറന്നു പറയാനായിട്ട് ഒരവസരം കിട്ടിയതുപോലെ. കുറേ കുട്ടികളുടെ റെസ്പോൺസ് വരെയാണ് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിക്കുമ്പം ഈ കളറായതുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു എന്ന് ഗായിക സയനോരയൊക്കെ പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് ബുള്ളിങ് സ്നേഹമുള്ളിടത്ത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന ബുള്ളിങ് ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു തടയിടാൻ ഒരു പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഭരണകൂടത്തിന് എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയൊരു സമയമാണ്. അങ്ങനെ ഒരു മൂവ്മെന്റ് കൂടി ഇത് ഉണ്ടാക്കണമായിരുന്നു. ഉള്ളിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ വേണോ? ഇല്ല, എത്രത്തോളം നമ്മളിത് ഇൻറ്റേർണലൈസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇപ്പം ശാക്തീകരണം ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇഷ്യൂസ്, ആ ഇഷ്യൂസിൻ്റെ അകത്ത് നമ്മുടെ തന്നെ ഈ സെൽഫ് ഇമേജ് നെഗറ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹത്തിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ത്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളുടെ ഒരു സന്തോഷം നമ്മൾ എത്തുന്നത് എവിടെ, നമുക്ക് ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുന്നത്, അതിനെ പുറകോട്ട് വലിക്കുന്ന എന്തും പ്രതിരോധിക്കാനായിട്ട് പറ്റണം. ഞാൻ പറയും കറുപ്പ് എന്നുള്ളത് ഒരു വിഷയം, പലതരത്തിലുള്ള വിഷയങ്ങൾ, സ്ത്രീത്വം, ജെൻഡർ എന്നുള്ളതൊരു വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ബോഡി ഷെയ്മിങ് ഇപ്പോൾ ഉണ്ടാകുന്നത് വിഷയം തന്നെയാണ്. സംസാരിക്കാൻ ഇപ്പം സർക്കാരിൻ്റെ അകത്ത് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, നമുക്കൊക്കെ ഒരു ധാരണയാണ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് പറയുക. പലർക്കും പറയാനുള്ളത് വളരെ ആർട്ടിക്കുലേറ്റായിട്ട് പറയാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അവർക്ക് പറയാനില്ല എന്ന് വിചാരിക്കുന്ന അഹങ്കാരമാണ്. ആ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് അമ്മയോട് ചോദിച്ചു വീണ്ടും ജനിപ്പിക്കും. അപ്പം പിന്നെ കുറേ കാലമെടുത്തു ആ നോഷൻ, ചീഫ് സെക്രട്ടറിക്ക് പോലും കുറേ സമയമെടുത്തു അത് മാറാനെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളെങ്ങനെ സാധാരണ ആൾക്കാരോട് പെട്ടെന്ന് അത് മാറ്റാൻ പറയും? നമ്മൾ സ്വയം പറ്റിയേ പറ്റൂ. എനിക്ക് എങ്ങനെ ഇപ്പം ഞാൻ ഈ ചീഫ് സെക്രട്ടറി എന്നുള്ളൊരു ഒരു ആക്സിഡൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത്, ഇറ്റ്സ് എൻ ആക്സിഡൻറ്റ് ഓഫ് സർവീസ് ഉണ്ടായി കയറി വരുന്നത്. ഞാൻ പക്ഷേ ഈ ഒരു ബോധത്തോട് ഫൈറ്റ് ചെയ്യുന്നത്, ബോധത്തോട് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു റെക്കഗ്നിഷൻ ആദ്യം ഉണ്ടായി കഴിയേണ്ടതുണ്ട്. നിറത്തെ അല്ല അത് പറഞ്ഞത് എന്ന് പറഞ്ഞു, അത് വർക്കിനെയാണ് പറഞ്ഞത്, അത് മറ്റൊരു വിഷയമാണ്. ചീഫ് സെക്രട്ടറി ആ തരത്തിൽ അത് വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നുള്ള ചില കമൻറ്റുകളും കണ്ടു. അതെ, പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. കറുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷനും, അത്രയും അതുപോലെ കറുപ്പാണ്. വേണുവിൻ്റെ പോലെ അല്ല, വെളുത്തിരുന്നപ്പോൾ ഇത് കറുപ്പാണ്. പിന്നെ ഇപ്പം ഞങ്ങളെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ
പറയേണ്ടാത്തത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു അല്ല അതും കുറേ കർക്കശമാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഉഴപ്പിയതാണ്. സുമുഖനായൊരു ഭർത്താവിനെ കിട്ടിയില്ലേ, നിനക്ക് ഇനി എന്താ വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേ അവിടെയും ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ, നിനക്കെന്തോ ഭാഗ്യം, നീ എന്തോ ലോട്ടറി അടിച്ചു. അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടില്ല, ഞാനാണ് ലോട്ടറി അടിച്ചത്. ഒരു കറുത്ത ഭാര്യയെ കിട്ടിയതിൽ അദ്ദേഹത്തിനോട് നമ്മൾ അല്പം കണ്ടോളൻസൊക്കെ ഇത് പറയാം. പക്ഷേ എന്നിരുന്നാലും സാരമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറിയാണ്. അത് അപ്പം അതുകൊണ്ട് ഈ കറുപ്പ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കറുപ്പിനെ ചൊല്ലിയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതല്ല ഇത് ഔദ്യോഗികമായിട്ട് എന്നുള്ള നിലയ്ക്കല്ല. പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ട് ഉള്ള പല ഇൻറ്ററാക്ഷൻസിൽ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് അത് ഇപ്പം നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്നാകാം, നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, നമ്മുടെ ഉദ്യോഗ സുഹൃത്തുക്കളിൽ നിന്നാകാം, പലതരത്തിലുള്ള അല്ലാതെയുള്ളവരും ഒക്കെ ആകാം. ഈ പലരും ഇപ്പം കുടുംബത്തിലും വേണ്ടപ്പെട്ടവരും ഇപ്പം കുടുംബ ജീവിതമായിട്ട് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടും പലരും പറഞ്ഞു അത് കൊണ്ടാണോ ഈ പരാമർശം നടത്തിയ ആളുടെ പേര് പറയേണ്ട ആവശ്യമില്ല, കേട്ട് പലതവണ കേട്ടു, അതുകൊണ്ട് ആയിരിക്കുമോ ആ പേര് പറയാതെ വിട്ടത്? അല്ല, അതല്ല. കാരണം ബേസിക്കലി ഒരു ഉള്ളിലെ മനസ്സിലിരിപ്പ്, ഈ മനസ്സിലിരിപ്പ് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് ആണ്. ഇപ്പോൾ കുറച്ച് ഇതായിട്ട് ലൂസായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതങ്ങോട്ട് പുറത്തു വന്നു എന്ന് മാത്രം. പക്ഷേ എത്രയോ പേരുടെ, ഇപ്പം ഞാൻ അറിയുകയും സ്നേഹിക്കുന്ന എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് എങ്ങനെയുണ്ട്, ഇപ്പം എൻ്റെ ചുറ്റുമുള്ളവരുടെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ട് വിക്ടിമൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്യുന്നത് കാര്യമില്ല. എനിക്ക് കോൾ ഔട്ട് ചെയ്യേണ്ടത് മൊത്തം സമൂഹത്തിനെയാണ്, എനിക്കൊരു വ്യക്തിയല്ല കോൾ ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണ, ഇപ്പം അദ്ദേഹത്തിനും എനിക്കുണ്ടായതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ധാരണ വന്നതിനെ പ്രതിരോധിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഇതല്ല ശരി എന്ന് പറയുന്നതിനായിട്ടുള്ള ഒരു കൗണ്ടർ നാരറ്റീവ് അദ്ദേഹത്തിനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിക്കല്ല ഞാൻ അതിനെ കാണുന്നത്. ഇത്രയും വലിയ വിവാദം വന്ന ശേഷം എന്തെങ്കിലും റെസ്പോൺസ് ആ ഭാഗത്തുനിന്നുണ്ടായോ, ക്ഷമ പറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടായോ? ഇല്ല, പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പക്ഷെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാകണം. അതെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. നിറം എന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീ എന്ന തരത്തിലുള്ള ഒരു താരതമ്യപ്പെടുത്തലുകളോ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളോ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ 7 മാസം? ഒരു ചെറുപ്പക്കാരിയായിട്ടോ ഓഫീസറായിട്ട് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസം കേട്ടോ അത്. അപ്പം നമ്മൾ ഫീൽഡിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്, പക്ഷേ ഫീൽഡിൽ ഒറ്റയ്ക്ക് നമ്മൾ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റമാണല്ലോ. ഈ സിസ്റ്റം നമ്മളെ കാണുന്നത് ആ കൊച്ചു പെണ്ണ് ഓഫീസർ എന്നുള്ള രീതിക്കല്ല, ഈ കൊച്ചു ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ഓഫീസറിനെ കാണില്ല, പക്ഷെ കൊച്ചു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ലേഡി ഓഫീസറിനെ എന്തായാലും കാണും. ആൻഡ് അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളുടെ അടുത്ത് ഇപ്പം നമ്മൾ നിയന്ത്രിക്കുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഒട്ടും സ്വീകാര്യമല്ല. ആൻഡ് നമ്മളുടെ അടുത്തുള്ള റെസ്പോൺസ് പലപ്പോഴും അഗ്രസീവും വളരെ ഇതും കൂടിയാണ്. അപ്പോൾ അതൊക്കെ നാവിഗേറ്റ് ചെയ്ത് വന്നിട്ട് തന്നെയാണ് എല്ലാ വനിതാ ഓഫീസേഴ്സും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓഫീസിനകത്തുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ കയറിയ സമയത്തുള്ള ഒരു കേരളം അല്ലെങ്കിൽ ഒരു ചുറ്റുപാടല്ല ഇപ്പോൾ. ഇന്ന് ഈ കാര്യങ്ങൾ കുറേ കൂടി ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള കുറേ ശബ്ദങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നാലും, പക്ഷേ നമ്മളോട് ഇടപെടുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ്. അതായത് ബ്യൂറോക്രസിയിൽ IAS ആ ഒരു വിങ്ങിൽ ആ ഒരു സാധനം ഇപ്പോഴും ഉണ്ട്, ഒരു അല്ലേ കയറി വരുന്ന പുതിയ ലേഡി ഓഫീസേഴ്സിനോട് അങ്ങനെ ഒരു അത് IAS എന്നുള്ള രീതിക്കല്ല, ഏതൊരു യങ് ഓഫീസർ ഒരു പുതിയ ഓഫീസർ സ്ഥാനത്ത് വന്ന് ഇത് കഴിയുമ്പോൾ ഒരു ഓഫീസിൻ്റെ തലപ്പത്ത് കയറി വരുമ്പോൾ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസാണ്, അത് എല്ലാവരും ഫേസ് ചെയ്യും. ചുമതല ഏറ്റെടുത്ത ശേഷം പിന്നെ മാധ്യമങ്ങളിൽ കുറച്ചു കാലം നിന്നത് IAS തലപ്പത്തെ കുറച്ച് ചേരിപ്പോരുമൊക്കെ ആയിരുന്നു. ബ്യൂറോക്രാറ്റുകൾക്ക് തുറന്നു പറയാൻ പാടുമോ, തുറന്നു പറയാൻ പാടില്ലേ, എപ്പോഴും മിണ്ടാതിരിക്കണോ എന്നുള്ള വിഷയമൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയുണ്ടോ? ബ്യൂറോക്രാറ്റുകൾ ഒന്നും പറയാൻ പാടില്ല, അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങനെ ഒരു സാധനമുണ്ടോ? സോ സർക്കാർ സർവീസിൽ കയറുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു അൺറിട്ടൺ കോഡുണ്ട്.
2 റിട്ടൺ കോഡ് തന്നെയുണ്ട്. ഇപ്പോൾ റിട്ടൺ കോഡ് ഇത് വരുമ്പോഴത്തേക്കും കാരണം ഒരു പെർമനൻറ്റ് ബ്യൂറോക്രസിയാണ്. പല രാജ്യങ്ങളിലും ഈ ബ്യൂറോക്രസി ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ കളറിനൊപ്പം ബ്യൂറോക്രസി മാറും. നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ ബ്യൂറോക്രസി പെർമനൻ്റ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇപ്പം അവിടെ ഇത് വരുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് ദ ബ്യൂറോക്രാറ്റ് ഈസ് കളർലെസ്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ ചുവപ്പ്, പച്ചയാണെങ്കിൽ പച്ച, സാഫ്രൺ ആണെങ്കിൽ സാഫ്രൺ. ഇത് ഏത് നിറത്തിലും പ്രവർത്തിക്കാൻ പറ്റുന്ന ഓഫീസറായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലും നമ്മുടെ ഔദ്യോഗികവും പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ പേഴ്സണൽ വ്യൂസ് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല. നമ്മുടെ വ്യൂസ്, ബ്യൂറോക്രാറ്റിൻ്റെ വ്യൂസ് പ്രൈവറ്റ് ഇതായിട്ട് യുവർ വ്യൂസ് ക്യാൻ ബി വെരി ഓപ്പൺലി നമുക്ക് ചർച്ച ചെയ്യാൻ, ഡിബേറ്റ് ചെയ്യാം. പക്ഷേ പബ്ലിക് ഇതിൻ്റെ അകത്ത് സർക്കാരിന് ഇത് ചെയ്യുന്ന നിലപാടുകളൊന്നും എടുക്കാൻ ബ്യൂറോക്രാറ്റ് ദാറ്റ് ഈസ് നോട്ട് ബ്യൂറോക്രാറ്റിൻ്റെ ജോലി ഈസ് ടു എക്സ്പ്ലെയിൻ ഗവൺമെൻറ് പോളിസി. മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടുള്ള ഒരു റാപ്പോ എങ്ങനെയാണ് ചെയ്തത്? മുഖ്യമന്ത്രി വളരെ പ്രൊഫഷണലാണ്. അദ്ദേഹം ആ വിധത്തിലൊരു അസാധാരണ പൊളിറ്റീഷ്യനാണ്. വളരെ പ്രൊഫഷണലായിട്ട് മാത്രമാണ് നമ്മളടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുക. അതേസമയം ധാരാളം കേൾക്കാൻ ഇപ്പം നമ്മൾ ഇതായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു മീറ്റിങ്സൊക്കെ നടത്തുമ്പോഴത്തേക്കും വളരെ ചിട്ടയോടുകൂടി വളരെ കണിശമായിട്ട് തന്നെ നടത്തിയിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. തീരുമാനങ്ങളിലൊക്കെ കൃത്യം അത് വരേണ്ടതുണ്ട്. അത് വളരെ ഒരു പർട്ടിക്കുലർ രീതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി അപാരമാണ്. അപ്പം നമ്മൾ പറയുകയും ഒരുപക്ഷെ മറന്നുപോവുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തും. കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളിൽ ബ്രൂവറി സാങ്ഷൻ കൊടുത്ത വിഷയങ്ങളൊക്കെ ചീഫ് സെക്രട്ടറി കൂടെ ഇതിനകത്ത്, അപ്പോൾ ഈ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ വിവാദങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് തോന്നും ഇതിനകത്ത്? അതൊരു വഴിക്ക് നടക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. പലപ്പോഴും ഈ ഇപ്പം വിവാദത്തിൽ ഇപ്പം ഇതും അതുമൊക്കെ ചില പോയിന്റുകൾ പിടിച്ചുകൊണ്ട് വിവാദം ഇത് കയറുമ്പോഴത്തേക്കും ഇപ്പം സർക്കാരിൻ്റെ അകത്ത് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇതിൻ്റെ പ്രിപ്പറേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഇതുമൊക്കെ നമ്മൾ കടന്ന് സെറ്റ് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്ന ജോലി നമുക്കുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം സർക്കാർ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് കാണുന്നു എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 2, പിന്നെ പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും കാണുന്നില്ല എന്നുള്ളതും തോന്നിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ പോളിസി കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുള്ള പോളിസീസ് നമുക്ക് എടുക്കേണ്ടി വരും, ഇതായിട്ടുള്ള. പക്ഷേ ഞാൻ കാണുന്നത് ഈ അത്തരത്തിലുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള പോളിസി എടുക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഷോർട്ട് ടേമിൽ അത് വേദനിപ്പിക്കും. ഇപ്പോൾ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടും പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളുണ്ടായി. അതൊക്കെ സർക്കാരിന് അത് ഏത് തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കി? ഇപ്പോൾ വയനാട് പുനരധിവാസത്തിൻ്റെ വിഷയം, വയനാട് പുനരധിവാസത്തിന് വേണ്ടി ഇപ്പോൾ ഇത് വൈകി എന്നുള്ളതാണ് ഇത് കാണുന്നത്. നമ്മൾ പക്ഷേ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ആഴ്ചയും ഒരു 8-10 കാര്യങ്ങൾ ഇടപെട്ട് ഇൻ്റർവ്യൂ ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് കൊണ്ട് എത്തിയിരിക്കുന്നത്. അപ്പം ഒരിക്കൽ പോലും ഇതിൻ്റെ അകത്തുനിന്ന് ശ്രദ്ധ അത് പോയിട്ടില്ല. കുറേ പേരെ ഒഴിവാക്കി എന്നുള്ള തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ ഒരു വശം നടക്കുകയും ഇതൊക്കെ ഇത് പൊളിറ്റിക്കൽ പ്രഷറും മറ്റു സ്ഥലത്തും അല്ല. ഈ ദുരന്ത മേഖലയെ സംബന്ധിച്ചിടത്തോളം തർക്കം വരേണ്ടതില്ല. കാരണം ഇപ്പം നമുക്ക് യു ഹാവ് ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ വിവരമുണ്ട്, റേഷൻ കാർഡിൻ്റെ വിവരമുണ്ട്, ഹരിതകർമ്മസേന ഇത് കളക്ഷൻ്റെ വിവരങ്ങളുണ്ട്. അപ്പം നമുക്ക് ഡിജിറ്റൽ ഡേറ്റാബേസസ് തന്നെയുണ്ട്. അതെല്ലാം കൂടി വെച്ചിട്ടും നമ്മൾ ഈ ഒരു അസസ്മെൻറ്റും കൂടി നടത്തി അതിൻ്റെ അകത്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തരെയും ജിയോ ടാഗ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേരെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. അതെ, അത് വരുന്നത് എന്തുകൊണ്ട്? ഈ നോഗോ സോണിനെ കുറിച്ചുള്ള തർക്കം വരുന്നുണ്ട്. ഇപ്പോൾ നോഗോ സോണിന് ടെക്നിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിനെ നമുക്കിങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുക?
പക്ഷെ അത് ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഇവരെയും കൂടെ ഉൾപ്പെടുത്തണമായിരുന്നു, അവരും കൂടെ ഉൾപ്പെടുത്തണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം. പിന്നെ വരുന്ന ഒരു സംഗതി ഐസൊലേഷൻ. ഈ നോഗോ സോൺ കാരണം, ഈ നോഗോ സോൺ വരുമ്പോഴത്തേക്കും കുറച്ച് കുടുംബങ്ങളെങ്കിലും ഐസൊലേറ്റഡ് ആയി പോകും, ഇവിടുന്നും അവിടെ നിന്നുമൊക്കെ കയറാൻ പറ്റാതെയാവും. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളെയും പരിഗണിക്കണം. അപ്പോൾ അത് സർക്കാർ മുൻകൂട്ടി തന്നെ അവരെയും കണ്ട് ഐസൊലേഷൻ ഇപ്പോൾ വന്നവരെയും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഇത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്കും ഒരു 10-300 ഇപ്പം 100-ന് മുകളിൽ വരുന്ന ഇപ്പോൾ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് ഇപ്പോൾ തകർന്നു പോയത് കൊണ്ടാണ് ഐസൊലേഷൻ. അപ്പോൾ റോഡ് പുനഃസ്ഥാപിക്കുമ്പോൾ ഐസൊലേഷൻ മാറുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത് പക്ഷെ അവരിലേക്ക് എത്താൻ വൈകുന്നു, അല്ലെങ്കിൽ ഈ വിഷയം അവരെ കൺവിൻസ്ഡ് ആവുന്നില്ല, അതുകൊണ്ട് പ്രൊട്ടസ്റ്റുകളിലേക്ക് കിടക്കുന്നു. അത് സർക്കാരിന്റെ അല്ല, ഇപ്പം ഇത് വൈകുന്നു എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ. ഇപ്പം ഒരു കോമ്പൻസേഷൻ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പൻസേഷൻ മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത ഉടനെ തന്നെ ഇത് കൈമാറാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പം ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഇതും വന്നു പോയല്ലോ, ഇപ്പോൾ ലിറ്റിഗേഷനും വന്നു പോയല്ലോ. അപ്പോൾ ആ ലിറ്റിഗേഷൻ വരുമ്പോഴത്തേക്കും കോടതി പിന്നെ പറയുന്നതിനനുസരിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ഭൂമി എടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ അകത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ. അതായത് പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാലതാമസം കേരള സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്ന ഈ പ്രൊട്ടസ്റ്റുകൾ പക്ഷേ ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ അവർ മനസ്സിലാക്കാൻ. ഇപ്പം പ്രൊട്ടസ്റ്റ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം സർക്കാർ ഒരു കാരണവശാലും ഇത് ഒരു നിമിഷം പോലും നമ്മുടെ ആക്റ്റീവായിട്ടുള്ള കൺസിഡറേഷനിൽ നിന്ന് താഴോട്ട് പോകരുത്. അത് പോകില്ലെന്ന് ഉറപ്പാക്കുന്നതും കൂടിയാണ് പ്രൊട്ടസ്റ്റ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവിടെയൊക്കെ ഇപ്പം പിന്നെ ആൾക്ക് ഭത്ത കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ ഇപ്പം എന്തെങ്കിലും കൊടുക്കുന്ന സൗകര്യം വൈകുന്നു എന്നോ നമ്മൾ കിറ്റ് പറഞ്ഞത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന തകരാറുകൾ ഉണ്ടെങ്കിൽ ആ തകരാറുകൾ പോയിൻ്റ് ഔട്ട് ചെയ്യും, തിരുത്തുകയും ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയുന്ന ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ആക്ഷൻ പോയിൻറ്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഇപ്പം വേറൊരു PDNA എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ്. PDNA എന്ന് പറയുന്ന ഒരു സാധനം വൈകിപ്പോയി എന്നും പറഞ്ഞിട്ട് ആക്ഷേപമുണ്ടായിരുന്നു. ഈ ആക്ഷേപം വരുന്ന സമയത്ത് നമ്മുടെ NDMA കേരളത്തിൽ നടന്ന PDNA 2 കാര്യം കൊണ്ട് മികവുറ്റതാണ്. ഒന്ന്, വളരെ സമയബന്ധിതമായിട്ട്, ബാക്കി സ്ഥലങ്ങളിൽ 8-9 മാസം എടുത്ത് ചെയ്യുന്ന PDNA ഇവിടെ 3 മാസത്തിനുള്ളിൽ തീർത്തു എന്നുള്ളതും, 2 അത് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തു എന്നുള്ളതും കൊണ്ടും ഈ PDNA വെച്ചുകൊണ്ട് തന്നെ ഈ PDNA നടത്തിയ ആളുകളെ കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സമയത്ത് തന്നെയാണ് PDNA വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആകെ ആക്ഷേപവും ബഹളവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ്റെയും കൂടി പ്രശ്നമാണ്. എപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങൾ എത്ര സമയമെടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ. നമ്മൾ ഇപ്പോൾ പ്രീസിഡൻ്റ് ഇല്ലാത്ത ഇത് വിഷയങ്ങളും കൂടി ആകുമ്പോഴത്തേക്കും അത് PDNA പോസ്റ്റ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് എന്തുകൊണ്ട് നിങ്ങൾ 2 ആഴ്ച കൊണ്ട് ചെയ്തില്ല, എന്തുകൊണ്ട് 3 മാസം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഇതിൻ്റെ അകത്ത് വരുന്ന ടെക്നിക്കാലിറ്റീസ്, അവർക്ക് കൊണ്ടുവരേണ്ടുന്ന ഇൻപുട്ട്, അവരത് ഡേറ്റ അഗ്രിഗേഷൻ അനലൈസ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അപൂർണ്ണ പിക്ചർ കിട്ടുന്നില്ല. അപ്പം ഞാനതാ പറഞ്ഞത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മീഡിയ ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ കാണുന്നത് ഇസ് ദാറ്റ് ദി ഇൻഫർമേഷൻ്റെ ഇപ്പോൾ കുറച്ച് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഈ പിക്ചറിനെ മുഴുവനും കാണാതെ. ഞാൻ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരും ഭരണകൂടവും കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തിയും ആത്മാർത്ഥതയും ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ ഒരു കാലതാമസമെന്ന് വരുന്ന പ്രതിഷേധങ്ങൾ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് എന്നുകൂടിയാണ്. ഞാനങ്ങനെ പൂർണ്ണമായിട്ട് പറയില്ല, ബട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. സർക്കാർ കൊണ്ടുവരുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം എപ്പോഴും ഒരു ഹെൽത്തി ഡെമോക്രസിയിൽ ഇപ്പം വ്യത്യസ്തമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം, അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകണം, അത് റെസൊല്യൂഷൻ ഉണ്ടാകണം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുമ്പം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയവും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയുടെ ബേസിലാണ്. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കേരളം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് അതിനകത്തുള്ളത് കൊണ്ടാണ്. സിനിമ കണ്ടോ? ഈ തരത്തിലൊരു വിവാദം ചീഫ് സെക്രട്ടറിയാണ്, സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന സിനിമ കണ്ടു. എന്താണ് കണ്ടിട്ട് തോന്നുന്നത് എമ്പുരാൻ വിവാദം?
ഞാനത് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എമ്പുരാൻ കണ്ടിട്ടില്ല, അതിന് മുമ്പത്തെ ലൂസിഫറും കണ്ടിട്ടില്ല. അപ്പം ഈ വിവാദം വന്നപ്പോഴത്തേക്കും കഥ എന്താണെന്ന് കേട്ടറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫുൾ പിക്ചർ ഇല്ല. എങ്കിലും ഇറ്റ് ഈസ് ഓൾവേസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സെൻസർഷിപ്പ്, അത് തമ്മിലുള്ള വേർഡസ്, how far can one push and how far will the other come in. I only say it is a reflection of the times. വളരെയധികം നന്ദി ശാരദ മുരളീധരൻ, നമുക്കിപ്പം ഇത്രയും സമയം ചേർന്ന്. താങ്ക്സ്.